ഹലോ, അസ്സലാമു അലൈക്കും. മക്കളെ, ഞാൻ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് വലിയ ചാമ്പയ്ക്കന്മാരുണ്ട്. അവിടുന്ന് ഞാൻ കുറച്ച് പറിച്ചു കൊടുന്നു. അവർ പറഞ്ഞു നിങ്ങൾ അച്ചാറിട്ട് നോക്കി പറഞ്ഞു. അപ്പോൾ ചെറിയ ചാമ്പയ്ക്ക കൊണ്ട് ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ ഇരിക്കും. നമ്മളത് എങ്ങനെ പെരുമാറുന്ന പാത്രമൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുന്നിട്ട് അച്ചാറിട്ടിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതിൽ മുളക് പൊടി, ഉപ്പ്, ലേശം വിനാഗിരി അത് തിളപ്പിച്ചത് ലേശം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ചോറിന് വേവിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് മക്കളെ. നിങ്ങളൊന്ന് നോക്കി നോക്കി. ചാമ്പൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വലുത് വേണമെന്നില്ല, ചെറുതായാലും മതി. പക്ഷെ ചെറുത് ഒരു നല്ല മധുരം ഉണ്ടാവും. ഇത് നല്ല പഴുത്തത് എടുക്കരുത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് അച്ചാറുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാട്ടോ പറഞ്ഞു. അപ്പോൾ അച്ചാറുണ്ടാക്കിയിട്ടില്ല. ഇത് കഴിച്ച് നോക്കുമ്പോൾ ഇനി ചോറിന് വേറെ കറി ഒന്നും വേണ്ട, ഇതന്നെ മതി. ഞാൻ ഇത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ മക്കളെ, ഞാൻ കുറച്ച് അച്ചാറുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കുറേ ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങളിങ്ങനെ കേട് വരാണ്ട് അച്ചാറുണ്ടാക്കണമെന്ന്. ഓരോ തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം എനിക്ക് കിട്ടണ കച്ചവടം ഞാൻ തന്നെ ഇല്ലാണ്ടാക്കിയ പിന്നെ എന്താ കാട്ടുക. കുറേ താത്തമാരും ചേച്ചിമാരും ഒക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എന്നോട് എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ഞാൻ കൂട്ടമൊന്നും ഇല്ലാണ്ട് നല്ല എല്ലാ സാധനവും ഉണക്കി പൊടിച്ചുണ്ടാക്കിയിട്ട് അച്ചാർ പൊടി ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ പെരുമാറും പോലെയാണ്. വൃത്തി വഴി പാത്രമൊക്കെ കഴുകി തുടച്ച് അങ്ങനെ അത് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരാത്തതുകൊണ്ട് നിങ്ങൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയണ്ട, ഞാൻ കാണിച്ചു തരും ചെയ്യാം അച്ചാറുണ്ടാക്കുന്നത്. ഇപ്പോൾ ചോറ് വയ്ക്കാട്ടോ. ശരി, എന്നാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ. അസ്സലാമു അലൈക്കും. കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ മക്കളെ.